ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അത് ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. അതോടൊപ്പം അവരിപ്പോൾ എന്തെങ്കിലും നിങ്ങളോട് മനസ്സ് തുറക്കാനായിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്നതിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജനറൽസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. പ്രത്യേകിച്ച് റീകൺസിലേഷൻ ഒക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, റിയൂണിയന് വേണ്ടി കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും നെഗറ്റീവിലേക്ക് ചിന്തിക്കാതിരിക്കുക. പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ തോട്ട്സ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. മാക്സിമം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The moon energy, high priestess, the lovers, the wheel of fortune, ace of swords, nine of cups, hierophant, page of wands, nine of wands, four of pentacles, knight of swords, two of wands, empress, knight of wands, three of cups. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വോൺസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമേ നമ്മൾ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഏത് രീതിയിലാണ് ഇപ്പോൾ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ വേണ്ട ഒരു സമയമാണിത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ് ആയിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ്. ഒരു തീരുമാനം എടുക്കേണ്ടത് റിലേഷൻഷിപ്പിൽ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പൊ റിലേഷൻഷിപ്പിന്റെ ഒരു എന്താ പറയാ ഒരു കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് അതാണ് ഇപ്പൊ തന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത്. ഇവിടെ വെച്ച് താൻ ഒരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു ബോധ്യം ഇവർക്ക് വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു തീരുമാനമോ കാര്യങ്ങളോ ഒന്നും ആകാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ പിന്മാറി പോയാലോ എന്ന് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. ചിലവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾ പിന്മാറി പുറകോട്ട് മാറിയിട്ടും ഉണ്ടാകും. അപ്പൊ അത് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്നുവെച്ചാൽ ഇവർക്ക് സ്വയമേ ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു സുപ്രധാന സമയമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അപ്പൊ ഇവരായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ പോയി നിന്ന ആ ഒരു സ്ഥലത്ത് അവർക്ക് ആ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഒന്നും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ആ ഒരു പകല് മാറി രാത്രിയിലേക്കായി വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ രാത്രി മാറി പകലിലേക്കായി വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ന് വെച്ചാൽ സത്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന്. ഒരേപോലെ ആയിരിക്കില്ല ഒന്നും, അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് ഭയങ്കരമായ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ദേഷ്യം കാര്യങ്ങളൊക്കെ പ്രകടിപ്പിച്ച് സ്വാർത്ഥതയോട് കൂടി നിങ്ങളിലേക്ക് സ്നേഹമൊന്നും ഒരു ലിമിറ്റിൽ കൂടുതൽ കാണിക്കാതിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് മാറി നിന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് ആ ഒരു ചിന്തയിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അവരുടെ ഒരു ലക്ഷ്യമായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ബന്ധം എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് നേടണം എന്നുള്ളതാണ്. അതിലും ഒരു സ്വാർത്ഥത ഇവരിൽ കാണിക്കുന്നുണ്ട്.
എന്ത് ചെയ്തിട്ടും ഈ ഒരു ബന്ധത്തെ ഒന്ന് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള രീതിക്കൊക്കെ മെന്റാലിറ്റി പോകുന്നുണ്ട്. ഇവർക്ക് ഈ ഒരു സമയത്ത് ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സമയത്ത് അവരിൽ ഭയങ്കര ദേഷ്യം കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ബ്ലെയിം ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂ, തെറ്റിദ്ധാരണകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ബന്ധമായിട്ട് കാണുന്നുണ്ട്. ഓവർ തിങ്കിങ് കുറച്ച് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഓവർ തിങ്കിങ് ഒക്കെ കുറച്ച് കൂടുതലാണ്. ഓൾറെഡി എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടാവും. പക്ഷെ അതിനെ തിങ്ക് ചെയ്ത് കൂട്ടി, ചിന്തിച്ചു കൂട്ടി കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല. ഇപ്പൊ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്ത് അത് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് ഇവരോട് സംസാരിക്കാനായിട്ട് ചെന്നപ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി വേണം എന്നുള്ള രീതിക്ക് ചെന്നപ്പോൾ നിങ്ങളിലേക്ക് തുറന്നൊന്നും സമ്മതിച്ചിട്ടില്ല അല്ലെങ്കിൽ സംസാരിച്ചിട്ടില്ല. ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാത്ത രീതിയിൽ അവിടെ ഇവിടെയും ചവിട്ടുന്ന രീതിയിലൊക്കെ ഒരു മറുപടി കാര്യങ്ങളൊക്കെ പറയുക. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കാൻ ചെല്ലുമ്പോൾ നീയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്ക് നിങ്ങളുടെ മേലേക്ക് blame ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ സംശയം ഇരട്ടിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ അതിനെ ചിന്തിച്ചു കൂട്ടി complicated ആക്കിയിട്ടുണ്ടായിരിക്കും. അത് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. കൈവിട്ട് പോയി എന്നുള്ളൊരു തിരിച്ചറിവ് ഇവരിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്രയും നാളും നിങ്ങളോട് ദേഷ്യം കാര്യങ്ങളൊക്കെ കാണിച്ച് നിങ്ങൾ കൂടുതലായിട്ട് എന്ന് വെച്ചാൽ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അയാളോട് നമ്മൾ ചോദിക്കാൻ ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലില്ല. അതാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന തന്ത്രം. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ കൂടുതലായിട്ട് ചോദിക്കാനും പോവില്ല ഒരു പ്രശ്നങ്ങളിലേക്ക് പോവാതിരിക്കാൻ. പക്ഷെ നിങ്ങൾ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട്, ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു മാറ്റം വേണമെന്നൊരു ചിന്തയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട്. കാരണം നിരാശ നിങ്ങളെ ഭയങ്കരമായിട്ട് കീഴ്പ്പെടുത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ചിലപ്പോൾ കൂടുതലായിട്ട് ഇനി ആക്ഷൻ ഒന്നും എടുക്കണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുന്നത് പോലെ വരട്ടെ എന്നൊരു ചിന്തകളിലേക്കൊക്കെ മാറി നിന്നപ്പോൾ ഇവര് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു നേരം ഇരുട്ടി വെളുത്ത സമയത്ത് അല്ലെങ്കിൽ അവർക്കൊരു തിരിച്ചറിവ് വന്നിരിക്കുന്നത് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ് അവർ തേടി നിന്ന സ്ഥലം അല്ലെങ്കിൽ എന്തിന്റെ പേരിലാണോ നിങ്ങളെ ബ്ലെയിം ചെയ്തത് ആ ഒരു സ്ഥലത്ത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് ഒന്നും നേടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു തിരിച്ചറിവുകൾ കാര്യങ്ങൾ വന്നിരുന്നപ്പോൾ അവര് കയ്യിലിരുന്നത് പോകുകയും ചെയ്തു, ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല എന്ന് പറഞ്ഞൊരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഫിയർ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ബുദ്ധിപൂർവ്വം ഒന്ന് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയാലോ ഒരു രമ്യതയിലേക്ക് ഈ ബന്ധത്തെ ഒന്ന് കൊണ്ടുവന്നാലോ എന്നുള്ള രീതിക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്വന്തം കംഫർട്ട് സോൺ നോക്കി മാത്രം നിന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയമാണ് നിങ്ങളുടെ ബന്ധത്തിൽ തീരുമാനം എടുക്കേണ്ട അനിവാര്യമായിട്ടുള്ള ഒരു പോയിന്റ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങളോട് ഈ ഒരു സമയത്ത് വളരെയധികം ഒരു പ്രണയം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ സ്നേഹം തോന്നുന്നുണ്ട്. ലവേഴ്സ് എനർജിയാണ്. ഒരു ലവ്, അട്രാക്ഷൻ, അതുപോലെ റെസ്പെക്ട്, അതെല്ലാം നിങ്ങളോട് തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഒരു വാല്യൂ ഒക്കെ മനസ്സിലാക്കുന്നുണ്ട് ഇവരുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ട് സാഹചര്യങ്ങൾ ഇങ്ങനെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷന് ഇനിയെങ്കിലും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം. കാരണം നിങ്ങൾക്ക് ഇവരോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് അതിനകത്തൊരു പരിപൂർണത ആയിട്ടുള്ളൊരു എന്താ പറയാ സത്യസന്ധതയുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ഇവരിൽ വരുന്നത് കൊണ്ടിട്ട് ഒരു സൈഡ് കൊണ്ട് അവർ ഭയങ്കരമായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുകയാണ്. എന്നാൽ മറു സൈഡ് കൊണ്ട് അവർ നിങ്ങളെ നന്നായിട്ട് ഭയക്കുന്നുണ്ട്. കാരണം ഇനി നിങ്ങളിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും ഇവരോട്. അതിനൊക്കെ ഒരു ഉത്തരങ്ങൾ നൽകാനായിട്ട് ഇവർ തയ്യാറാവണം. ആ ഒരു ഉത്തരങ്ങൾ നൽകുക എന്ന് പറയുമ്പോൾ already ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇവർക്ക് തരേണ്ട ഉത്തരങ്ങൾ എന്തൊക്കെയാന്നുള്ളത്. നിങ്ങൾ ഇതിനോടകം മനസ്സിലാക്കി കണ്ടുപിടിച്ചിട്ടൊക്കെ എടുത്തിട്ടുണ്ടാകും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു അകൽച്ച വരാനുള്ള റീസൺസും കാര്യങ്ങളും എല്ലാം. പക്ഷെ അത് ഇവർക്ക് പൂർണ്ണമായിട്ട് അറിയില്ല നിങ്ങൾക്ക് എല്ലാം അറിയാമോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇവർ പകച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. അത് ഇവർ imagine ചെയ്യാണ് ഇപ്പൊ തന്നെ. അപ്പൊ ആ ഒരു ഭയം നിങ്ങളെ വല്ലാതെ ഈ ഒരു വ്യക്തി ഭയപ്പെടുന്നുണ്ട്. എങ്കിലും അവര് ഭയങ്കരമായിട്ട് ചിന്തിച്ച് എന്തും വരട്ടെ എന്നുള്ള രീതിക്ക് ബുദ്ധിപൂർവ്വം ഒരു communication നടത്തുക. ബുദ്ധിപൂർവ്വം എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു രമ്യതയിലേക്ക് കൊണ്ടുവരിക. ഒരു compromise ആണ് ഇവരിപ്പോ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ദേഷ്യമൊക്കെ എന്തായാലും കെട്ടടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അഭിനയിച്ച് ദേഷ്യം എന്ന് പറയുമ്പോൾ ഉള്ള ദേഷ്യമല്ല അവര് കാണിക്കുന്നത്. അവര് നിങ്ങൾ ചോദിക്കാതിരിക്കാനായിട്ട് നിങ്ങളെ blame ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ദേഷ്യം എന്നുള്ള മുഖംമൂടി അണിഞ്ഞ് നിന്നത്. അപ്പൊ എന്തായാലും അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ego ഒക്കെ കെട്ടടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല കുറ്റബോധത്തിന്റെ ഒരു energy കാണിക്കുന്നുണ്ട്. അവരൊരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമായിട്ടാണ് കാണുന്നത്. അവരുടെ ജീവിതത്തിൽ തന്നെ അവർക്ക് ഇപ്പോ ഭയങ്കരമായ ഒരു ഒറ്റപ്പെടൽ feel ചെയ്യുന്നുണ്ട്.
അപ്പൊ അങ്ങനെ ഒരു ഒറ്റപ്പെടലൊക്കെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മാറ്റങ്ങൾ വേണമെന്നൊക്കെ അപ്പോഴാണ് അവർ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇനിയെങ്കിലും സ്വന്തമായ ആ ഒരു കംഫർട്ട് സോണിൽ മാത്രമായിട്ട് തനിക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് താല്പര്യമില്ല എന്നൊരു മെന്റാലിറ്റിയാണ് ഇവിടെ മെയിൻ ആയിട്ട് കാണുന്നത്. അതുപോലെ ഉള്ളിൽ ഇങ്ങനെ അടക്കി വെച്ച് ഈ ഒരു ഇമോഷൻസ് സ്നേഹമാണെന്നുണ്ടെങ്കിലും ഒരു ലിമിറ്റിൽ കൂടുതലൊന്നും പ്രകടിപ്പിക്കാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആ ഒരു സ്വാർത്ഥതയും കെട്ടിപ്പിടിച്ച് മുന്നോട്ടേക്ക് പോകുവാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എങ്ങും തന്നെ വിജയിക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു പ്രസന്റ് സിറ്റുവേഷനിലാണ്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരു നിലപാടില്ലാത്ത രീതിയിൽ വേണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി കളിച്ച് താളം ചവിട്ടി പോയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിലൊക്കെ ഒരു അവരുടെ ആ ഒരു മനോഭാവത്തിലൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയെങ്കിലും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ സത്യസന്ധമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കണം. കാരണം ഒരുപാട് തെറ്റുകൾ അവർ ചെയ്തു എന്നുള്ളത് അവർ തന്നെ ഇവിടെ മനസ്സിലാക്കുകയാണ്. നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവർ മറച്ചു വെച്ചു, തെറ്റുകൾ ചെയ്തു, ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ അങ്ങോട്ടേക്ക് സംശയം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ അവർ ചെയ്തത് കൊണ്ട് തന്നെയാണ് അവർക്കൊരു കുറ്റബോധം തോന്നുന്നതും അതുപോലെ അവർ എന്തും വരട്ടെ എന്നുള്ള രീതിക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്താനായിട്ട് തയ്യാറാകുന്നതും. വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിന്റെ വളർച്ചയെ അവർ നോക്കി കാണുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വളർച്ച പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. സത്യസന്ധമായ രീതിയിൽ തന്നെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഇനിയെങ്കിലും പ്രവർത്തിക്കണം എന്നൊരു ആഗ്രഹമൊക്കെ നിലവിൽ എന്തായാലും ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് തന്നെയാ തോന്നുന്നത്. നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല, കുറച്ചൊരു ടാസ്ക് ആണ്. കാരണം ഇവിടെ ഫിയർ ഉണ്ട്. കാരണം നിങ്ങൾ ചോദിക്കുന്ന എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും എന്നുള്ളത് അവർ ഇപ്പോഴേ ഊഹിച്ചെടുത്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കും അവർക്ക് ഇതൊരു ടാസ്ക് ആണ് അല്ലെങ്കിൽ ഒരു സാഹസികപരമായ കാര്യമാണ് താൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. ഒരു സമയത്ത് നല്ല രീതിക്ക് സോൾവ് ചെയ്യാമായിരുന്ന കാര്യത്തെ ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആക്കി. അവരായിട്ട് തന്നെയാണ് കോംപ്ലിക്കേറ്റഡ് ആക്കിയത്. നിങ്ങൾ ചിന്തിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് സാഹചര്യം ഒരുക്കിയിരിക്കുന്നത് അവർ തന്നെയാണ്. ഈ ഒരു സ്പ്രെഡിൽ അങ്ങനെയാ കണക്ട് ആവുന്നത്. എങ്കിലും സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കണം എന്നൊരു ചിന്താഗതി വന്നിട്ടുണ്ട്. ഒരു സമൃദ്ധിയിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണം. അതിന് എല്ലാവിധ യൂണിവേഴ്സൽ സപ്പോർട്ടും വേണം എന്നുള്ളത് അവർ തന്നെ ഇപ്പോ പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ അവർ ആ ഒരു വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിലേക്ക് പൂർണ്ണമായിട്ടും സറണ്ടർ ആയി നിൽക്കുന്നതായിട്ട് കാണാം. അപ്പൊ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഫാസ്റ്റ് ആയിട്ടൊരു കോൺവെർസേഷൻ ആണ്. അത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ തുറന്നു തന്നെ നടത്തുക. നിങ്ങളുടെ ബന്ധത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ചിലപ്പോൾ മൂന്നാമത് ഏതെങ്കിലും വ്യക്തികൾ, ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ആരെങ്കിലൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ വീണ്ടും ബന്ധത്തിനെ ഭയങ്കരമായിട്ടൊരു കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും. അപ്പൊ നിലവിൽ ഇവരിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യം ഈ ഒരു ബന്ധത്തിൽ ഇനി ആവശ്യമില്ല. കാരണം ഇതുവരെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർക്ക് ഒരാളുടെ സപ്പോർട്ട് വേണമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അവർ സറണ്ടർ ചെയ്യാനാ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ സറണ്ടർ ചെയ്യുന്ന സാഹചര്യത്തിൽ അവർക്ക് വേറൊരാളുടെ ആവശ്യം വരുന്നില്ല. എന്തും വരട്ടെ, നിങ്ങൾ ചിലപ്പോൾ അവരിപ്പോ എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് ക്ഷമിക്കും എന്നുള്ള അവരുടെ ഒരു വിശ്വാസം. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങൾ already ഇവിടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നിൽക്കുന്ന സാഹചര്യമാണ്. ഇവരെ കുറിച്ച് അല്ലെങ്കിൽ ഇവർ എന്താണ് ഹൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ തന്നെ ചിലപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇവരെല്ലാം ഒന്ന് നിങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അവരോട് ക്ഷമിക്കാനും തയ്യാറായിരുന്നു എന്നുള്ളത്. ഇതൊന്നും അറിയാതെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നത്. നിങ്ങളിലേക്ക് എല്ലാം വന്ന് ഒന്ന് സംസാരിക്കുക എന്നൊരു മെന്റാലിറ്റിയിലേക്ക് അവരെത്തി നിൽക്കുന്നത്. അപ്പൊ ഇതുവരെ നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് അതേക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. കൂടുതലായിട്ട് അതേക്കുറിച്ച് മീൻസ് ഭയങ്കരമായിട്ട് നിങ്ങൾ ചോദിക്കാനൊന്നും പോവാതെ ഒരു ഗ്യാപ്പ് ഇട്ടാണ് നിലവിൽ കുറച്ചായിട്ട് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. മാത്രമല്ല അതിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നല്ലൊരു ഹാപ്പിനെസ്, ആ ഒരു നിറഞ്ഞ സ്നേഹം വീണ്ടും ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ ആ ഒരു ഫ്ലവറിങ്, ആ ഒരു കംപ്ലീഷൻ ഇതിൽ വേണം. തന്റെ ഭാഗത്ത് നിന്ന് പറ്റിയിരിക്കുന്ന തെറ്റുകളെല്ലാം താൻ ഏറ്റു പറഞ്ഞിട്ട് ഇനി മുന്നോട്ടേക്കുള്ള ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ജേണിക്ക് എന്താണോ താൻ എടുക്കേണ്ട എഫേർട്സ് അത് എടുക്കാൻ താൻ തയ്യാറാണ് എന്നൊരു മെന്റാലിറ്റി ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവമാണ് ഇവരിൽ കാണുന്നത്. അതാണ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞത്, ബോട്ട് ഓഫ് ദി ഡെക്കിൽ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിന്റെ കൃത്യമായ അനിവാര്യമായ ഒരു സമയമാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ നല്ലൊരു മാനസിക പൊരുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ബന്ധം തന്നെ ആയിരിക്കാം. കാരണം നിങ്ങളും ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഇനി എനിക്ക് വയ്യ എന്നൊരു മെന്റാലിറ്റിയിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ഇൻറ്റ്യൂഷൻ അത് വായിച്ചെടുത്തിട്ടുണ്ട്. അവരുടെ മനസ്സ് നിങ്ങളുടെ ആ ഒരു എനർജിയെ വായിച്ചെടുത്തിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ ഇതിനെ നിലനിർത്താനായിട്ടുള്ള ഒരു മനോഭാവത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിൽ നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഈ ഒരു രീതിയിലേക്ക് ഇപ്പോൾ ചേഞ്ച് ആയി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു സമയത്ത് അവർ എന്തെങ്കിലും മനസ്സ് തുറക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കാം. സബോട്ടേജ്, reunion, overwhelmed, values, self-love, commitment, new chapter, responsibilities. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന ബ്രോക്കൺ ആണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഹൃദയത്തെയും അതികഠിനമായിട്ട് തന്നെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അവർ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവരായിട്ട് തന്നെയാണ് വരുത്തി വെച്ചത്. ഇങ്ങനെ ഒരു ബ്രോക്കൺ സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു അകൽച്ച കാര്യങ്ങൾ മാനസികപരമായിട്ട് നമ്മൾക്കിടയിൽ വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ അതിന്റെ ഒരു പെയിൻ ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് അവർ പറയാണ്. ഇതുവരെ അവർക്ക് ഇത്രയും ഭയങ്കരമായ ഒരു വേദനകളൊന്നും തോന്നിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ അവർക്കത് തോന്നുന്നുണ്ട് എന്നുള്ളത് അവർ ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുവരെ അവർ ഇമോഷൻസ് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന രീതി ആയിരുന്നില്ല. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെ കാര്യം മാത്രമല്ല, ഇവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഫീലിങ്സും ഭയങ്കരമായിട്ട് തുറന്നു പറയുന്ന ഒരു രീതിയല്ല അവരുടേത്. കുറച്ചൊരു ഈഗോ കൂടിയ വ്യക്തികളാണ്. എന്നാൽ ഇപ്പൊ ആ ഒരു ഈഗോയ്ക്കൊക്കെ മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് അവർ ഉള്ളിലുള്ള കാര്യം അങ്ങനെ തന്നെ നിങ്ങളോട് തുറന്നു പറയാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്ത നിമിഷം അത്രയും അവർ വേദന അനുഭവിക്കുന്നുണ്ട്. ചില സമയത്ത് അവർക്ക് അവരുടെ ലൈഫിൽ തന്നെ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ മൊത്തം നഷ്ടപ്പെട്ടു എന്നൊരു ഫീൽ, അവരുടെ എനർജി ഒക്കെ ഭയങ്കരമായിട്ട് ലോ ആയിട്ട് പോകുന്നുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കേണ്ട സമയമായിരുന്നു ഇതെല്ലാം. എന്നാൽ അവർ തന്നെയായിട്ട് അതെല്ലാം പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയുകയും ചെയ്തു. അതൊക്കെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ഭയങ്കരമായിട്ട് എനർജി ലോ ആകുന്നു, ഭയങ്കരമായിട്ട് അവർ സ്ട്രെസ്ഡ് ആവുന്നുണ്ട്. ചിന്തിച്ചു കൂട്ടുക. നമ്മൾ ആദ്യം തന്നെ സ്പ്രെഡ് എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു, നിങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഓവർ തിങ്ക് ചെയ്യുന്ന വ്യക്തികളാണ്. ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആകും. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടാണ് നിൽക്കുന്നത്. അവർ ഭയങ്കരമായിട്ട് എനർജി ഒക്കെ ലോ ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് വാല്യൂസ്. നിങ്ങൾ അവരുടെ ലൈഫിൽ ആരായിരുന്നു എന്നുള്ള തിരിച്ചറിവ് അല്ലെങ്കിൽ എത്രത്തോളം വിലയുള്ള ഒരു വ്യക്തി, അത് പൂർണ്ണമായിട്ടും അവർ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. ഒരു സമയത്തൊക്കെ അവർക്ക് അത് അറിയാമായിരുന്നെങ്കിലും അവരുടെ ഈഗോ അത് തുറന്നു പറയാനായിട്ട് അങ്ങോട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ അവരത് നിങ്ങളോട് തുറന്നു തന്നെ പറയാനായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്നത്. നീ എൻ്റെ ജീവിതത്തിൽ അത്രയും ഭയങ്കര important ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഞാനിപ്പോ വളരെ strong ആയിട്ടുള്ള ഒരു commitment ആഗ്രഹിക്കുന്നത്. നീ എൻ്റെ ലൈഫിലെ അല്ലെങ്കിൽ നീ എൻ്റെ ജീവിതത്തിലെ വലിയൊരു പാർട്ടാണ്. അത് ഫ്യൂച്ചറിലേക്ക് എന്നേക്കുമായിട്ട് കൊണ്ടുവരാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളോട് തുറന്നു തന്നെയാണ് അവർ പറയുന്നത് ഈ ഒരു സമയം. അതുപോലെ അവരിപ്പോ അവരെ തന്നെ ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു സമയമായിട്ടാണ് ഈ ഒരു ടൈം പീരീഡ് എടുത്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ഭയങ്കരമായിട്ട് ഡൗൺ ആണ്. അവർക്ക് മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി ഒന്നുമില്ല. ഭയങ്കരമായിട്ടൊരു ഓവർവെൽഡ് എന്ന് പറയുമ്പോഴേക്കും അത്രമായിട്ട് ഓവറായിട്ട് തിങ്ക് ചെയ്ത് ഓവർ തിങ്കിങ് അങ്ങേ അറ്റം. അതൊക്കെ ഒന്ന് എനർജീനെ ബാലൻസ് ചെയ്യണം. ഇപ്പൊ നിങ്ങളോട് സംസാരിക്കാനാണെങ്കിലും എനർജീനെ ഒന്ന് ബാലൻസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ന്യൂ ചാപ്റ്റർ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇപ്പൊ നിങ്ങളുടെ പെയിൻഫുൾ ആയ സിറ്റുവേഷൻ ഇവർ കാരണം ഉണ്ടായിരിക്കുന്നു, അവരാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഡൗൺ ആണ്. ആ ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങണം. ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരിക്കലും പഴയ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകാത്ത രീതിയിലുള്ള ഒരു റീകൺസിലേഷൻ അല്ലെങ്കിൽ റീയൂണിയൻ തന്നെ ആയിരിക്കണം. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളുമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങിലേക്ക് തന്നെയാണ് റീയൂണിയൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളോട് അവർ മനസ്സുകൊണ്ട് തന്നെ ആഗ്രഹിച്ച് പറയുന്ന ഒരു എനർജിയും കൂടിയാണിത്. കാരണം അവരുടെ ലൈഫിൽ നിങ്ങളില്ലാത്തൊരു സമയം പൂർണ്ണമായിട്ടും അവർക്കൊരു ശൂന്യതയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു വേദന ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തയ്യാറല്ല. ഇത് കൃത്യമായ അനിവാര്യമായ ഒരു സമയമാണ്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ വൈഫ് ആയിരിക്കാം.
അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഭയങ്കര ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരിക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിലും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അവർ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. കാരണം അവർക്ക് നിങ്ങളെ കൂടിയേ തീരുള്ളൂ. നിങ്ങളില്ലാതെ മുന്നോട്ടേക്ക് അവർക്ക് ഈ ഒരു ജേർണി ഒറ്റയ്ക്ക് പോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് മറ്റാരെയും കാണാനും അവർക്ക് താല്പര്യമില്ല. ഇതിന്റെ സെലിബ്രേഷൻ വീണ്ടെടുക്കുക തന്നെ വേണം. നിങ്ങളുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതൊരു സെലിബ്രേഷൻ തന്നെ ആയിരിക്കണം, ഒരു ഒന്നുചേരല്. സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, തുറന്ന് പറയാനായിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യാവുന്നതാണ്. നമുക്ക് റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലോസ് കൂടി ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ വ്യക്തിയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടൊക്കെ ക്ലോസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. N എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. അത്തം എന്നൊരു സ്റ്റാർ. 32 ബാംഗ്ലൂർ. ഓഗസ്റ്റ് മന്ത്. സെപ്റ്റംബർ മന്ത്. ലിയോ സോഡിയാക് സൈൻ. 38 അതർ കൺട്രീസ് വന്നിട്ടുണ്ട്. ലിബ്ര. രേവതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. എഗെയിൻ ലിബ്ര വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം. നവംബർ മന്ത്. കോട്ടയം ഡിസ്ട്രിക്റ്റ്. പി എന്നൊരു ലെറ്റർ. 34 ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് മെയ് എന്നൊരു മന്ത് ആണ്. ഈ ഒരു ക്ലോസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.